ഗൈസ് ഇറ്റ്സ് മിക്കോ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മന്തി ഉണ്ടാക്കി നോക്കാം. ചിക്കൻ മന്തി വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ. അത് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അരി കത്തിച്ചു, ഇച്ചിരി വെള്ളം വെക്കുന്നു, അടച്ച് വെക്കുന്നു. ഇപ്പം തിളച്ച് വരട്ടെ. നിർത്തി ഞാൻ അതിൻ്റെ ആവശ്യമുള്ള മസാല, ഇത് ചിക്കൻ വേവിക്കാൻ വേണ്ടിയാണ്. ചിക്കൻ വേവിക്കാനുള്ള മസാല ആക്കി കൊണ്ടുവരാം. മസാലയൊന്നുമില്ല, ഇച്ചിരി ഗരം മസാല എടുത്തുകൊണ്ട് വരാം. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. പോയോ ക്യാമറ? ഇല്ല. ഞാൻ ഉപ്പ് വെള്ളത്തിൽ നിൽക്കണം കേട്ടോ, ടേസ്റ്റ് വരണം. ഉപ്പ് റെഡി. ഇനി ഇതിലേക്ക് ചിക്കൻ വലിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. 1 2 3 4 ചിക്കൻ, ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം, എന്നിട്ട് സ്റ്റാർ, ഏലക്ക. മൂടി വെക്കുക, വേവിക്കുക. ഒരു നാരങ്ങയും സ്ക്യൂസ് ചെയ്യുക. കുറച്ച് മല്ലിയില, പുതിന. പിന്നെ ശരിക്കൊന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഒരു 1.5 കപ്പ് ബസുമതി റൈസ് കഴുകി സോക്ക് ചെയ്ത് വെക്കാം. തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ. ഏകദേശം ആയിട്ടുണ്ട്. വെന്തു. നമുക്കിനെ എടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് ഇനി ഗ്രില്ല് ചെയ്തെടുക്കണം. ബാക്കിയുള്ള വെള്ളത്തിൽ അതേ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൽ ഈ 1.5 കപ്പ് റൈസ് മൊത്തം ഇട്ടു. ഒന്ന് ഇളക്കി. ഒരു നാരങ്ങയുടെ സ്ക്വീസ് കൊടുക്കുന്നുണ്ടേ. ആ മുമ്പെടുത്ത നാരങ്ങയുടെ ബാക്കി. സ്വല്പം നെയ്യ്, കുരുമുളക് മുമ്പിടാൻ മറന്നുപോയതാണേ, ക്ഷമിക്കുക. അത് ആഡ് ചെയ്ത് ഇവനെ വേവിച്ചെടുക്കുക. അപ്പം നമുക്കിന്നെ എയർ ഫ്രയറിലിട്ടിട്ട് ഇച്ചിരി മസാല ആക്കാനുണ്ട്. മസാല ആക്കി എയർ ഫ്രയറിലിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പം കോഴി ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കാശ്മീരി, യെല്ലോ പൗഡർ, കുരുമുളക്, കുറച്ച് മല്ലി, ഉപ്പ് ആവശ്യത്തിന്. ചിക്കനിലിട്ടിട്ടുണ്ട്, ഓർത്തിരിക്കുക. നമുക്കിവനെ അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചാൽ പേസ്റ്റാക്കി എടുക്കണം. ഇവനെ തുറന്നു നോക്കാം. ആയിട്ടില്ല. വെള്ളം ഒന്ന് പറ്റി വരണം. നമ്മുടെ ചോറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിയെ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അവൻ റെഡി. ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. എയർ ഫ്രയറിൽ വെക്കാവേ. ട്രേ മീറ്റ്, അപ്പോൾ ഇവനായിട്ടുണ്ടേ. തള്ളി വെക്കാം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ അടുത്തിലൊന്ന് സെറ്റപ്പാക്കാം. അപ്പോൾ നമ്മുടെ ചോറും ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ്റെ ഫ്ലേവറുള്ള ചോറ്, നല്ല ഗ്രിൽഡ് ചിക്കൻ, സ്വല്പം മയോ. വീട്ടിലുണ്ടാക്കിയതാണ് മയോ. ഓക്കെ ആയില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തു. സോ ഇറ്റ്സ് മീ ഇക്കോ സൈനിങ് ഓഫ്.